ഡ്രോൺ പടയുടെ 80% ചാരമായി. ഇറാനെ പേടിച്ച് സൈനിക താവളം സെർബിയയിലേക്ക് മാറ്റി നെതന്യാഹു. സുരക്ഷിതമായ ഒരിടം തേടി എൽബിറ്റ് സിസ്റ്റംസ്. ഇറാന്റെ പ്രഹരത്തിൽ പതറിയിരിക്കുകയാണ് അമേരിക്കയും. അങ്ങനെ അമേരിക്കയും ഇസ്രയേലും വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ യുദ്ധ ചെലവ് 200 ബില്യൺ കടക്കുകയാണ്. കണക്കുകൾ ഒളിപ്പിക്കുന്നു എന്ന് അമേരിക്കൻ സൈന്യം തന്നെ പറയുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ്. ഇറാന്റെ മുന്നിൽ രണ്ട് രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇനി ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രഹരശേഷിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരിടം സ്വന്തം മണ്ണിലില്ല എന്ന തിരിച്ചറിവ് വൈകിയാണെങ്കിലും വന്നിരിക്കുന്നു. തങ്ങളുടെ ഏറ്റവും വലിയ അഹങ്കാരമായിട്ടുള്ള ഹെർമിസ് 900 ഡ്രോണുകളുടെ ഉൽപാദനം അധിനിവേശ മണ്ണിൽ നിന്നും സെർബിയയിലേക്ക് മാറ്റാനുള്ള ഇസ്രയേലിന്റെ നിശബ്ദ നീക്കം വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പ്രതികാര നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഒളിച്ചോട്ടം കൂടിയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. പറഞ്ഞു വരുന്നത്, ഗസയിൽ വംശഹത്യ നടത്തി ലാഭം കൊയ്യുന്ന എൽബിറ്റ് സിസ്റ്റംസ് ബെൽഗ്രേഡിന് സമീപം തങ്ങളുടെ പുതിയൊരു ഫാക്ടറി തുടങ്ങുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സൂചന വ്യക്തമാണ്. അതായത് ഇസ്രയേലിന്റെ പ്രതിരോധത്തിന്റെ ഉരുക്കുകോട്ടകൾ തകർന്നിരിക്കുന്നു. ഇനി ആശ്രയം വിദേശ മണ്ണിലെ നിഗൂഢ താവളങ്ങൾ മാത്രമാണ്. അന്താരാഷ്ട്ര വാർത്താ മാധ്യമമായിട്ടുള്ള പ്രസ് TV പുറത്തുവിട്ട ഒരു പുതിയ റിപ്പോർട്ട് പ്രകാരം പശ്ചിമേഷ്യയിലെ ഇസ്രയേൽ ഭരണകൂടം തങ്ങളുടെ സൈനിക അടിത്തറയുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് വലിയ ആശങ്കയിലാണ്. 2026 മാർച്ച് മാസത്തിൽ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക് നടത്തിയ ദുരൂഹമായിട്ടുള്ള പ്രഖ്യാപനം സത്യത്തിൽ ഈ ഒരു ആഗോള ഭയത്തിന്റെ പരസ്യമായിട്ടുള്ള കുറ്റസമ്മതമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ഡ്രോണുകൾക്കായിട്ട് സെർബിയ ഉടൻ ഒരു ഫാക്ടറി തുറക്കുമെന്ന വുസിക്കിന്റെ വെളിപ്പെടുത്തൽ ഇസ്രായേലിന്റെ സൈനിക ഉൽപാദന ശൃംഖലയെ അധിനിവേശ മണ്ണിൽ നിന്നും സുരക്ഷിതമായിട്ടുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. ബെൽഗ്രേഡിന് വെറും ഒരു 30 കിലോമീറ്റർ പടിഞ്ഞാറുള്ള ഷിമാനോവ്സയിൽ സെർബിയൻ സർക്കാർ കമ്പനിയായിട്ടുള്ള യൂഗോ ഇമ്പോർട്ടും ഇസ്രയേലിന്റെ കുപ്രസിദ്ധ ആയുധ നിർമ്മാതാക്കളായിട്ടുള്ള എൽബിറ്റ് സിസ്റ്റംസും കൈകോർക്കുമ്പോൾ പിറവിയെടുക്കുന്നത് ഗസയിലെയും മറ്റു യുദ്ധങ്ങളിൽ നിരപരാധികളുടെ ചോര വീഴ്ത്താൻ ഉപയോഗിച്ച അതേ മാരക സാങ്കേതിക വിദ്യയുടെ യൂറോപ്യൻ പതിപ്പാണ്. 6 കിലോമീറ്ററിലധികം ഉയരത്തിൽ പറന്ന് ദീർഘദൂര ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള ഡ്രോണുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. സെർബിയയുടെ ആഭ്യന്തര നിർമ്മിതമായിട്ടുള്ള പെഗാഗസ് ഡ്രോണുകളെക്കാൾ എത്രയോ മടങ്ങ് സംഹാരശേഷിയുള്ള പുതിയ യുദ്ധവിമാനങ്ങൾ മേഖലയിലെ സമാധാനത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതേസമയം തന്നെ ഗസയിലും വെസ്റ്റ് ബാങ്കിലും സാധാരണക്കാർക്കും കുരുന്നുകൾക്കും മേൽ മരണം വിതറാൻ സഹായിക്കുന്ന എൽബിറ്റ് സിസ്റ്റംസ് ഇന്ന് ലോകത്തിനു മുന്നിൽ ഒരു കുറ്റവാളിയാണ്. UN റിപ്പോർട്ടുകൾ പ്രകാരം വംശഹത്യയിൽ നിന്ന് ലാഭം കൊയ്യുന്ന കമ്പനികളുടെ പട്ടികയിൽ എൽബിറ്റ് മുൻപന്തിയിലുണ്ട്. 2004 അന്താരാഷ്ട്ര കോടതി നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച ഇസ്രയേലിന്റെ വിഭജന മതിലിന് നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിയത് മുതൽ ഗസയിലെ കുരുന്നുകൾക്ക് മേൽ ബോംബുകൾ വർഷിക്കുന്ന ഡ്രോണുകൾ വിതരണം ചെയ്യുന്നത് വരെ നീളുന്നു ഇവരുടെ ക്രൂരതകൾ. നോർവേയും കാനഡയും അടങ്ങുന്ന രാജ്യങ്ങൾ എൽബിറ്റിൽ നിന്നുള്ള നിക്ഷേപം പിൻവലിക്കുമ്പോൾ സെർബിയ ഇവർക്കൊരു ചുവപ്പ് പരവതാനി വിരിക്കുന്നത് പണത്തോടുള്ള ആർത്തി കൊണ്ടും രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ടുമാണ്. എന്നാൽ ഇവരുടെ തന്ത്രപരമായിട്ടുള്ള നീക്കം ഭാവിയിലെ സംഘർഷങ്ങളിൽ സെർബിയയെ ഒരു പ്രധാന സൈനിക ലക്ഷ്യമായി മാറ്റാൻ സാധ്യതയുണ്ട് എന്നും അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കയുടെ നിശബ്ദത പിന്തുണയോടെ നടക്കുന്ന ഈ ഒരു നീക്കം സത്യത്തിൽ അമേരിക്കയുടെ കൂടി പരാജയമാണ് വിളിച്ചോതുന്നത്. ഇറാന്റെ സൈനിക കരുത്തിൽ അമേരിക്കയ്ക്ക് പോലും ഭയമുണ്ടെന്നും നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തുനിയാതെ തങ്ങളുടെ സഖ്യകക്ഷി വിദേശ മണ്ണിൽ ഒളിഞ്ഞിരുന്ന് ആയുധം നിർമ്മിക്കാൻ അവർ സഹായിക്കുകയാണോ എന്നാണ് പ്രസ് TV പറയുന്നത്. ഹെർമിസ് 900 ഡ്രോണുകളുടെ ഭൂരിഭാഗവും ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞതോടെ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. സ്വന്തം അതിർത്തിക്കുള്ളിൽ ആയുധം നിർമ്മിക്കാൻ ധൈര്യമില്ലാത്ത ഒരു ഭരണകൂടമായിട്ട് ഇസ്രയേൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ആ ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ സെർബിയൻ കരാർ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത്. ഇസ്രയേൽ ഇത്ര പെട്ടെന്ന് സെർബിയയിലേക്ക് ചേക്കേറാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ
ഇസ്രയേലിലെ ഡ്രോൺ പടയ്ക്ക് ഏറ്റ പ്രഹരം അത്രമേൽ വലുതാണ്. തങ്ങളുടെ പക്കലുണ്ടായിരുന്ന ഹെർമിസ് 900 ഡ്രോണുകളുടെ 80% ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞു. കണ്ടെത്താൻ കഴിയില്ലെന്ന് ഇസ്രയേൽ അഹങ്കരിച്ച ഡ്രോണുകളുടെ വെറും ലക്ഷ്യങ്ങളാക്കി മാറ്റി. ഈ ഒരു തന്ത്രപരമായിട്ടുള്ള പരാജയമാണ് സ്വന്തം താവളങ്ങളിൽ വിട്ട് യൂറോപ്യൻ അഭയം തേടാൻ ഇസ്രയേലിനെ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ പുതിയ കരാറിലൂടെ സെർബിയ വലിയൊരു അപകടത്തിലേക്കാണ് ചുവടെടുത്തു വെക്കുന്നത് എന്ന് വാദിക്കുന്നവരും ഉണ്ട്. ഇസ്രായേലിന്റെ സൈനിക താവളമായിട്ട് മാറുന്നതോടെ ഭാവിയിലെ സംഘർഷങ്ങളിൽ സെർബിയയും ഒരു സൈനിക ലക്ഷ്യമായിട്ട് മാറിയേക്കാം. സ്വന്തം ജനതയുടെ എതിർപ്പും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ വിമർശനവും വകവെക്കാതെയാണ് വുസ്ക് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇസ്രായേലി സ്പൈവെയർ ആയിട്ടുള്ള നോവി സ്പൈ ഉപയോഗിച്ച് സ്വന്തം നാട്ടിലെ വിമർശകരെ അടിച്ചമർത്തുന്ന സെർബിയൻ സർക്കാർ സത്യത്തിൽ അധിനിവേശത്തിന്റെ മറ്റൊരു മുഖമായിട്ട് മാറുകയാണ്. ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ സെർബിയയിലേക്ക് മാറ്റാനുള്ള നീക്കം ഒരു കാര്യം അടിവരയിടുന്നു. അജയ്യമായിട്ടുള്ള സൈനിക ശക്തി എന്ന ഇസ്രായേലിന്റെ അവകാശവാദം ഇറാനിയൻ മിസൈലുകൾക്ക് മുന്നിൽ തകർന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധക്കളത്തിൽ ഇറാൻ പ്രകടിപ്പിക്കുന്ന പ്രഹരശേഷി ഇസ്രായേലിനെ മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയെ പോലും പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഇതാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും ഉപകരണങ്ങൾക്കും വൻ നാശനഷ്ടങ്ങൾ സംഭവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് ഇപ്പോൾ ഈ ഒരു ഇസ്രയേല് ഭയന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, മറുവശത്ത് അമേരിക്കയ്ക്ക് തീരാ നഷ്ടമുണ്ടാകുന്നു. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഈ രണ്ട് രാജ്യങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നിൽ, അതായത് ഈ ഇറാന് മുന്നിൽ ഇരു രാജ്യങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പല കാര്യങ്ങളായിട്ടും പല നീക്കങ്ങളുമായിട്ടും രണ്ട് രാജ്യങ്ങളും പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേൽ സ്വന്തം രാജ്യത്ത് നിന്ന് മാറി മറ്റൊരു രാജ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വന്തം രാജ്യത്തിനെതിരെ വലിയ ഭീഷണി ഉണ്ട് എന്നും അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളിലേക്ക് കടന്നാൽ ഇറാൻ മുഴുവനായിട്ട് വിഴുങ്ങും എന്നുള്ളൊരു ഭയം ഇപ്പോൾ ഇസ്രായേലിനുമുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ നീക്കങ്ങൾ നടത്തുന്നത്. ഇനി ഈ പറയുന്ന അമേരിക്കയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ പ്രാഥമികമായിട്ട് കരുതിയതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള തകർച്ചയാണ് ഇപ്പോൾ ഈ അമേരിക്ക നേരിടുന്നത്. കോടിക്കണക്കിന് ഡോളറാണ് അമേരിക്കയ്ക്ക് വേണ്ടിവരുമെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ മേഖലയിലെ 7 രാജ്യങ്ങളിലായുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. നമുക്കറിയാം, സൈനിക കേന്ദ്രങ്ങളിലെ സ്റ്റോറേജ് വെയർഹൌസുകൾ, കമാൻഡ് സെന്ററുകൾ, വിമാനങ്ങൾ സൂക്ഷിക്കുന്ന ഹങ്കറുകൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒരു വലിയ രീതിയിൽ തന്നെ തകർക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇതിന്റെയൊക്കെ പുനർനിർമ്മാണത്തെ പറ്റിയാണ് ഇപ്പോൾ അമേരിക്ക ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്. സൈനിക നീക്കത്തിന് അത്യാവശ്യമായിട്ടുള്ള റൺവേകൾക്കും റഡാർ സംവിധാനങ്ങൾക്കും ചില യുദ്ധവിമാനങ്ങൾക്കും അത് കേടുപാടുകൾ സംഭവിച്ച് ആ ഒരു രീതിയിലേക്ക് അമേരിക്ക വീണ്ടും പുനർനിർമ്മാണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ഇടിവ്, അതായത് സാമ്പത്തിക ഇടിവാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത്. അമേരിക്കയുടെ കരുത്തുറ്റ പ്രതിരോധ നിരയെ ഭേദിച്ച ഒരു പഴയ ഇറാനിയൻ F-5 വിമാനം സൈനിക കേന്ദ്രത്തിനുള്ളിൽ കടന്ന് ആക്രമണം നടത്തിയത് അമേരിക്കൻ സേനയ്ക്ക് വലിയ തിരിച്ചടിയായി. ഈ ഒരു ആക്രമണത്തെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പും സെൻട്രൽ കമാൻഡും ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിൽ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധികൾ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ബഡ്ജറ്റ് ആവശ്യപ്പെടുന്ന സമയമായിട്ട് പോലും നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള സുതാര്യമായിട്ടുള്ള ചിത്രം നൽകാൻ പെന്റഗൺ തയ്യാറാകുന്നില്ല എന്നാണ് അവർ വിമർശിക്കുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിനായിട്ട് അമേരിക്കൻ കോൺഗ്രസിൽ നിന്ന് $200 ബില്യൺ ആവശ്യപ്പെടുമെന്നാണ് വിവരം. യുദ്ധം തുടങ്ങിയ ആദ്യ ആഴ്ചയിൽ തന്നെ സൈനിക നടപടികൾക്കായിട്ട് അമേരിക്ക $11 ബില്യൺ ചെലവാക്കി കഴിഞ്ഞു. മേഖലയിൽ സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വെല്ലുവിളികൾ അമേരിക്ക നേരിടേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.